إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. അള്ളാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൽ കൂടി ദുനിയാവിലും നാളെ ആഖിറത്തിലും വിജയം കരസ്ഥമാക്കുവാനും ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവസാനത്തെ നബിയായി റസൂലായി തെരഞ്ഞെടുത്തു. 40-ാമത്തെ വയസ്സിൽ ഗാർ ഹിറായിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അവതരിപ്പിച്ച് നബിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനു മുമ്പ് ഞാൻ നബിയാവാൻ പോവാണ്, റസൂലാവാൻ പോവാണ്, ഇതൊന്നും അറിയില്ല. അബ്ദുൽ മുത്തലിബിന്റെ മകൻ, അബ്ദുല്ലാന്റെ മകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിനപ്പുറത്തൊന്നുമില്ല. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ മഖ്ലൂഖായി തെരഞ്ഞെടുത്തിട്ടുണ്ട് ആ പ്രവാചകനെ. സയ്യിദുൽ മുർസലീനായി നേരത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ അബ്ദുല്ലാക്കോ പ്രസവിച്ച ഉമ്മ ആമിനാക്കോ ഇതൊന്നും അറിയില്ല. 40 വയസ്സുവരെ മക്കത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടും കേട്ടും അനുഭവിച്ചും ഒരുമിച്ച് ജീവിച്ച ആളുകൾക്കും ഇതൊരു നബിയാണ് എന്ന വിവരം ഇല്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ചില ക്രൈസ്തവ പുരോഹിതന്മാർ ചില അടയാളങ്ങൾ വെച്ച് ഇതിങ്ങനെയാവാൻ ചാൻസ് ഉണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ സംഭവങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സിൽ നബിയായി. ഖദീജ ബീവിന്റെ അടുക്കൽ വന്നു. പേടിയും വിറയലും വെപ്രാളവും ഒക്കെ മാറി എഴുന്നേറ്റു. പിന്നെ കുറച്ചു കാലത്തേക്ക് വഹിയൊന്നുമില്ല. നേരത്തെ ഗുഹയിൽ വെച്ച് മലക്കിനെ കണ്ട പേടിയും വെപ്രാളവും ഒക്കെ തീർന്നു കഴിഞ്ഞ് ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫബൈന അന അംശി, തങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങനെ നടക്കുകയാണ് മക്കത്തൂടെ. ഇദ് സമിഅതു സൗതൻ മിനസ് സമാ, ഞാൻ പെട്ടെന്ന് ആകാശത്തിൽ നിന്നും പേടിപ്പെടുത്തുന്ന ഒരു ശബ്ദം കേട്ടു. വഹ്യ് വരുന്ന രീതികൾ വ്യത്യസ്ത കോലത്തിലാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വളരെ പ്രയാസം തോന്നിയ, പേടിയുണ്ടാവുന്ന, ശരീരത്തിൽ നിന്ന് വിയർപ്പുകൾ വരുന്ന ഒരു രംഗം ഈ ശബ്ദം കേൾക്കലാണ്. ചില തഫ്സീറിന്റെ ഉലമാക്കൾ പറഞ്ഞു,
ഇരുമ്പിന്റെ ചങ്ങലകൾ വലിക്കുന്ന സമയത്തുണ്ടാവുന്ന ശക്തമായ ശബ്ദം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വഹയിന്റെ രൂപത്തിൽ കേൾക്കാറുണ്ടായിരുന്നത് എന്ന്. അല്ലാഹു അഅലം. ഞാൻ ഈ ശബ്ദം കേട്ടപ്പോൾ ഫറഫഅതു ബസരി ഖിബല അസ്സമാ, ഞാൻ എന്റെ കണ്ണ് ആകാശത്തേക്ക് മുകളിലേക്ക് ഉയർത്തി നോക്കി. ഫഇദൻ അൽ മലകുൽ ലദി ജാഅനി ബിഹിറാഇൻ, ഞാൻ നോക്കുമ്പം ഹിറാ ഗുഹയിൽ നേരത്തെ വന്ന ആ മലക്കിനെ ഞാൻ മുകളിൽ കണ്ടു. ഞാൻ ആ മലക്കിനെ കണ്ട രൂപം ഖാഇദുൻ അലാ കുർസിയിൻ, ഒരു കസേരയിൽ ഇരിക്കുന്ന രൂപമാണ്. ഞാനീ പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ, മുഅ്മിനുകൾക്ക് മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് ഗൈബിയാണ്, നമുക്കിത് തിരിയില്ല. മുഅ്തസിലിയാക്കളുടെ വിശ്വാസവും ആദർശവും വെച്ച് പുലർത്തുന്ന അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് ചിന്തിക്കും, ഒരു മലക്കെങ്ങനെ ഇപ്പൊ കസേരമ്മ ഇരിക്കുക? പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തെ ഏറ്റവും വലിയ സൃഷ്ടി എന്ന് പറയപ്പെട്ട ജിബ്രീൽ എങ്ങനെയാ കസേരമ്മ ഇരുന്നിട്ട് വരിക? മുഅ്മിനീങ്ങൾക്ക് ആ ചിന്ത വരൂല. ഈമാനുള്ളവർ പറയും സദഖ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ബഖറയിൽ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കാൻ ഒരായത്തിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലൻ മാ ബഊദ ഫമാ ഫൗഖഹ. അല്ലാഹുവിന് തന്റെ അടിമകളുടെ മുന്നിൽ കൊതുകോ ഫമാ ഫൗഖഹ, അല്ല അതിനേക്കാളും ചെറിയ മറ്റെന്തെങ്കിലും ജീവിയോ ഉപമയായി പറഞ്ഞ് ഉദാഹരിക്കുന്നതിൽ ലജ്ജ തോന്നൂല. എന്താ കാര്യം എന്നറിയോ? ഫഅമ്മല്ലദീന ആമനു, വിശ്വാസികൾ, ഈമാനുള്ളവർ, അല്ലാഹുവിലും ആഖിറത്തിലും അടിയുറച്ച വിശ്വാസമുള്ളവർ പറയും, ഫയഖൂലൂന, അവര് പറയും, ഈ ഉപമ കേൾക്കുമ്പോൾ ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അതിലെന്തോ കാര്യമുണ്ട്. ഇത് അല്ലാഹു അവതരിപ്പിച്ചതാണ്, അതിൽ നമുക്ക് ഇന്ന പാഠങ്ങളുണ്ട്. എന്തിനെയാ ഉപമിച്ചത്? അതൊന്നും മുഅ്മിനീങ്ങൾക്ക് വിഷയമല്ല. വഅമ്മല്ലദീന കഫറു, എന്നാൽ വിശ്വാസമില്ലാത്തവർ, അതായത് അള്ളാഹു അവർക്ക് നൽകിയ അഖ്ൽ ഉപയോഗിച്ച് അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ റിസർച്ച് ചെയ്തിട്ട് പഠിക്കാൻ മെനക്കെടുന്നവർ, അവര് പറയും മാ അറാദല്ലാഹു ബിഹാദാ മസല, ഇതെന്തൊരു ഉദാഹരണമാണ്. ഇത്രയും വലിയ റബ്ബ്, എത്ര വലിയ ഉന്നതനായ അള്ളാഹു കൊതുകിനൊക്കെയാ പറയുന്നത് ഉപമയായിട്ട്, എട്ടുകാലിയ ചിരന്തയ ഉപമയായിട്ട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടവരെ കളിയാക്കും. അല്ലാഹു പറയാൻ, യുദല്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ, ദീനിന്റെ ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ മുന്നിലെത്തുമ്പം അത് വെച്ചുകൊണ്ടവര് വഴികേടിലാവും, ചില ആളുകൾ സന്മാർഗത്തിലാവും. അത് അള്ളാന്റെ കൈമേലുള്ളതാണ്. അതുകൊണ്ട് ഇതുമാതിരിയുള്ള കാര്യങ്ങൾ പറയപ്പെടുമ്പോൾ അഖ്ലിന് കൊടുക്കാതെ ഇതെന്റെ റബ്ബ് പറഞ്ഞതാ, ഇത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാ എന്ന അർത്ഥത്തിൽ ഉൾക്കൊണ്ട് വിശ്വസിക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്യണം. കാരണം അയാൾ ഈമാനുള്ള വ്യക്തിയാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കസേരയിൽ ഇരിക്കുന്നു, ബൈനസ് സമാഇ വൽ അർദ്, ആകാശ ഭൂമികൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന കോലത്തിലാണ് ഞാൻ കാണുന്നത്. സ്വാഭാവികമായും ആ കോലത്തിൽ മലക്കിനെ കണ്ടപ്പോൾ ഞാൻ പേടിച്ചുപോയി. പേടിക്കാൻ കാരണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഒരു ആകാശ ജീവിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലെങ്കിൽ അമാനുഷിക ജീവിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബശറും മിസ്ലുക്കും, നിങ്ങളെ പോലത്തൊരു മനുഷ്യനാണ്. പക്ഷേ ആത്മീയമായി ബാത്വിനിയായി വഹയിനെ സ്വീകരിക്കാനുള്ള പ്രത്യേകതയുണ്ട്. ബാഹ്യമായി ഒരു മനുഷ്യൻ എന്താണോ ആ വികാര വിചാരങ്ങളെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതാണ് അഹ്ലുസുന്ന വൽ ജമാഅന്റെ അഖീദ. ഇനി ഒരാള് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെയൊന്നുമല്ല, അത് മനുഷ്യന്മാരെ പോലത്തെ ആളേ അല്ല, അതൊരു അമാനുഷിക ജീവിയാണ് എന്ന അർത്ഥത്തിൽ വിശ്വസിച്ചാൽ അയാൾ യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് പകരം അയാൾ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പുറത്താവും. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? പിഴച്ചു പോയവരിൽ അധികവും പിഴച്ചത് അമിതമായ സ്നേഹം കൊണ്ടാണ്. വലാലത്തിലായ ആൾക്കാർ വഴികെട്ടിലായി പോയത്
അമിതമായ സ്നേഹവും ആദരവും ബഹുമാനവും കൊണ്ടാണ്. ഇസ്ലാം പറഞ്ഞു അമിതമാക്കരുത്, ഒരു കാര്യത്തെയും അമിതമാക്കരുത്. എവിടെയാണോ ദീനുൽ ഇസ്ലാം വരവരച്ചത്, ബൗണ്ടറി ഇട്ടത്, അതിന്റെ അപ്പുറത്തേക്ക് ഒരു ദർറ പോവരുത്. പോയാൽ പിഴച്ചു പോകും, വമാ ആതാകുമുർ റസൂലു ഫഖുദുഹു. എന്താണോ പ്രവാചകൻ പറഞ്ഞത് അടന്നോളിൻ. വമാ നഹൈതുകും അൻഹു ഫൻതഹു. വിരോധിച്ചിട്ടുണ്ടോ മാറ്റിവെച്ചോളി. അല്ലാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പേടിച്ചു. ഹത്താ ഹവൈതു ഇലൽ അർള്. ഭൂമിയിൽ അങ്ങനെ അത്ര വലിയ പേടിയും ഭയവും എനിക്കുണ്ടായി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ഓടിച്ചെന്നു എന്റെ ഭാര്യയുടെ അടുത്തേക്ക്. വലിയ പാഠമുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർക്ക് ഇതിന് വലിയ പാഠമുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെ അനുഭവിക്കാത്ത പേടിയും പറയലും അന്ന് ഗുഹയിലുണ്ടായ പോലെ പേടിച്ച് തറയിൽ വീണു. പേടിച്ചെഴുന്നേറ്റ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യം മനസ്സിൽ വന്നത് ഭാര്യ ഖദീജയാണ്. എന്തുകൊണ്ടറിയോ? ഭാര്യ ആയതുകൊണ്ട്. എന്തിനാ അള്ളാഹു പെണ്ണിനെ സൃഷ്ടിച്ചത്? വർത്തമാനകാലത്ത് ഈ വിഷയം ഗൗരവപ്പെട്ടതാണ്. ഇപ്പൊ പെണ്ണ് പറയുന്നു നമ്മൾ ആണുങ്ങളെ പോലെ തന്നെയാണ്, നമ്മളെല്ലാം ഒരേപോലെ തന്നെ, നിങ്ങൾക്കെന്താ കൊമ്പുണ്ടോ? പെണ്ണോ ആണോ എല്ലാം ഒന്നെ, എല്ലാം മനുഷ്യന്മാരല്ലേ, ഒരേ രാജ്യത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ ഒരേപോലെ ആയാ മതി. ഒന്നാവൂല. കാരണം സൃഷ്ടിച്ച റബ്ബി രണ്ടിനെയും രണ്ടായിട്ടാ പടച്ചത്. എന്ത് പണിയെടുത്താലും 18 അടവ് വയറ്റിയാലും പെണ്ണാണ്, ആണതിന്റെ മുകളിലാണ്. അത് എത്ര ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റണമെന്ന് അറിയില്ല. റിജാലു ഖവ്വാമൂന അലൻ നിസാ. പെണ്ണ് ജോലി ചെയ്ത് പൈസ വാങ്ങാൻ ഉണ്ടാക്കപ്പെട്ടവളല്ല. ജോലിക്ക് പോയിട്ട് കുടുംബം പോറ്റുന്ന ഉത്തരവാദിത്തം അള്ളാഹു പെണ്ണിനെ ഏൽപ്പിച്ചിട്ടേ ഇല്ല. അള്ളാഹു തന്റെ മഖ്ലൂക്കിനെ ഏൽപ്പിക്കാത്ത ജോലി ഒരു പെണ്ണ് ഏറ്റെടുത്താൽ അത് അവളുടെ അധപ്പതനത്തിന്റെ തുടക്കമാണ്. എഴുതി വെച്ചോ. ഓൾ അനുസരണയുള്ള ഭാര്യയാവൂല, ഓള് സംസ്കാരമുള്ള ഭാര്യയാവൂല, അവളുടെ ഭർത്താവിന് ഗീറത്തുണ്ടാവൂല. ഓൻ ദയൂസായിരിക്കും. ദയൂസ് എന്ന് പറഞ്ഞാൽ നാണം കെട്ടവൻ. ഓന്റെ ഓള് ഏതൊക്കെ അന്യപുരുഷന്മാരുമായിട്ട് വർത്താനം പറയും, ആരൊക്കെയായിട്ട് ഇടപെടും, ആരുടെയൊക്കെ കൂടെ യാത്ര ചെയ്യേണ്ടി വരും, ബിസിനസ് ടൂർ പോവേണ്ടി വരൂലേ, എംഡിന്റെ കൂടെ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിന് പോവേണ്ടി വരൂല, അന്യപുരുഷന്മാരുടെ കൂടെ. സ്വന്തം മകന് കൊടുത്ത് സ്വന്തമാക്കിയ പെണ്ണിനെ അന്യപുരുഷന്റെ കൂടെ വിടുന്നവൻ ദയൂസ, ഗീറത്തില്ലാത്തവനാണ്. പെണ്ണ് കുടുംബം പോറ്റാനുള്ള ഉത്തരവാദിത്തമുള്ളവളല്ല. അവൾ എന്നത് തുടങ്ങിയോ അന്ന് ദുനിയാവിന്റെ അവസ്ഥയും മാറാൻ തുടങ്ങി. ഇല്ലേ? ഫിത്നകൾ വന്നില്ലേ? ഫസാദുകൾ വന്നില്ലേ? ദുനിയാവും മലീമസമായില്ലേ? സംസ്കാരമുള്ള പരിശുദ്ധതയുള്ള മനുഷ്യന്മാർക്ക് കണ്ണുകെട്ടി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ദുനിയാവിത്ര വൃത്തികെട്ട കോലത്തിൽ മസീഹുദ്ദജ്ജാലിന്റെ വരവിന് വഴിയൊരുക്കുന്ന തരത്തിൽ ദുനിയാവിത്ര വിഗ്രഹമാക്കപ്പെട്ടത് പെണ്ണ് ഓളെ സ്ഥാനത്ത് നിന്ന് അപ്പുറത്തേക്ക് ചാടിയപ്പോഴാണ്. ദീനുൽ ഇസ്ലാം പറഞ്ഞു വഖർന ഫീ ബുയൂതികുന്ന. പെണ്ണുങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി നിന്നോളണം. കാരണം നിങ്ങൾ മുത്തുകളാണ്, നിങ്ങൾ ദുനിയാവിലെ മുത്തുകളാണ്. നിങ്ങൾ എങ്ങനെ സംരക്ഷിക്കപ്പെടണമെന്നറിയോ? അതിശക്തമായ കോട്ടക്കുള്ളിൽ അടക്കി ഒതുക്കി വെക്കണം ഈ മുത്തുകളെ. എന്റെ ഉപ്പ പറയാറുണ്ട്, മുത്തിനെ നമ്മൾ മത്തിയാക്കി, 10 രൂപയ്ക്ക് വാരി കൊടുക്കുന്ന മത്തിയാക്കി ആ മുത്തിനെ ലോകം മലീമസമായി. ഖദീജ റളിയല്ലാഹു അൻഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, നമ്മളുടെ ഉമ്മയാണ്. മനസ്സിന് പേടി വന്ന് ഒപ്പോളം പറയല് ഫജീതു ഇലാ അഹ്ലി. ഇസ്സത്തിന്റെ വാക്കാണത്. ഞാൻ എന്റെ ഭാര്യന്റെ അടുത്തേക്ക് വന്നു. കാരണം ഭാര്യന്റെ ഉത്തരവാദിത്തം എന്താ അറിയോ? ആ ഭർത്താവിന് ആശ്വാസവും സമാധാനവും സന്തോഷവും നൽകൽ. അതാ പെണ്ണിന്റെ മെയിൻ ഡ്യൂട്ടി. പിന്നെ അയാളെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കലും വീട്ടിന്റെ ഉള്ളിൽ നിന്ന്. ഉമ്മ പുറത്തേക്ക് പോയി, മക്കളതിന്റെ അപ്പുറത്തേക്ക് പോയി. ഉമ്മ ബാഗും തൂക്കിയിട്ട് പുറത്തിറങ്ങി സ്കൂളില്, അതല്ലെങ്കിൽ ഓഫീസില്, അതല്ലെങ്കിൽ ബിസിനസ്സിന്. മക്കൾ അടുക്കള വാതിൽ തുറന്നിട്ട് എന്റെ അപ്പുറത്തേക്കും പോയി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഏ നബിയെ,
അള്ളാഹു ചെയ്ത ദുനിയാവിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽപ്പെട്ട അത്ഭുതം എന്താണെന്നറിയോ? അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് ആശ്വാസവും സമാധാനവും റാഹത്തും തരാൻ നിങ്ങൾക്കൊരു ഇണയെ നിങ്ങളിൽ നിന്നും കണ്ടെത്തി തന്നു എന്നത്. അതായിരുന്നു ഖദീജ. ഹവ്വ, പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹവ്വ നമ്മുടെ ഉമ്മ, ആദ്യത്തെ വനിത, പ്രഥമ വനിത സൃഷ്ടിക്കപ്പെട്ടു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, മൻ അൻതി, ആരാണ് നീ? ഖാലത് അന ഹവ്വ, എന്റെ പേര് ഹവ്വ എന്നാണ്. ഖുലിഖ്തു ലിതസ്കുന ഇലയ്യ, എന്നെ നിങ്ങൾക്ക് ആശ്വാസം തരാൻ വേണ്ടി സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാ പെണ്ണിന്റെ ജോലി. ആ ജോലി വവദഅൽ മീസാൻ അല്ലാ തത്ഗൗ ഫിൽ മീസാൻ. അല്ലാഹു ദുനിയാവിനെ ഒരു ത്രാസിന്റെ 2 തട്ടായിട്ടാ വെച്ചിട്ടുള്ളത്. അതങ്ങനെ കൊണ്ടോണം. അതിങ്ങനെയാക്കിയാൽ വഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, കുഴപ്പമായിരിക്കും. ആ കുഴപ്പമായി ഇന്ന് കാണുന്നത്. നിങ്ങൾക്കറിയോ പ്രിയപ്പെട്ടവരെ, 100 കണക്കിന് ഭർത്താക്കന്മാര് പിരാന്തന്മാരെ പോലെ കറങ്ങുക ദുനിയാവില്. പെണ്ണിന് അനുസരണയില്ല, പെണ്ണ് പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഓള് വീട്ടിന്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി കഴിയുന്നില്ല, വീട്ടിന്റെ ഉള്ളിൽ മനസ്സമാധാനമുള്ള ഒരു വാക്ക് കേൾക്കാൻ കഴിയുന്നില്ല. ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് മനസ്സിന്റെ ആശ്വാസം തരുന്ന മുഖഭാവം പോലും കാണാൻ കഴിയുന്നില്ല. ആണുങ്ങളുടെ മനസ്സുകള് കടലിലെ തിരമാലകളെ പോലെ ആർത്തനക്കുക. ഒരൊറ്റ പ്രശ്നം, വീട്ടിന്റെ ഉള്ളിലെ പെണ്ണ് ശരിയില്ല. പെണ്ണ് എപ്പോ ശരിയാവും? പെണ്ണ് ഖദീജാനെ പോലെയായ. എന്താ ഖദീജാനെ പോലെ പറയാൻ കാരണം? ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫജിഅ്തു ഇലാ അഹ്ലി, എനിക്ക് മനസ്സിൽ പ്രശ്നം വന്നപ്പം ഞാൻ എന്റെ ഭാര്യന്റെ അടുത്തേക്ക് വന്നു. കാരണം ഭാര്യ ആ സമാധാനം കൊടുക്കുന്നവളായിരുന്നു. അങ്ങനെ ആവാൻ ശ്രമിച്ചു നോക്കിയേ, ജീവിതം എന്ത് രസായിരിക്കുന്നറിയോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഞാൻ പറഞ്ഞു, ഖദീജ എന്നൊന്ന് പുതപ്പിച്ചതാ, എനിക്ക് പറയുന്നു. ഫസമ്മലൂനി, എന്റെ ഭാര്യയും എന്റെ മക്കളും എന്നെ പുതപ്പിച്ച് കിടത്തി. കുറച്ചു കഴിഞ്ഞപ്പം എനിക്കൊരു റാഹത്തായി. അപ്പോഴുണ്ട് വീട്ടിലേക്ക് വഹയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ തുടങ്ങുന്ന ആയത്തുകൾ രണ്ടാമത്തെ വഹി. അതിനോടുകൂടി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലായി. ആദ്യം നബിയായി, പിന്നെ എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നബിയെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് നിർബന്ധമല്ല. നബിയുടെ ജോലി അന്നുബുവ ലിത്തർബിയ, ആളുകൾക്ക് തർബിയത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നുബുവത്ത്. ബനൂ ഇസ്രായേലിൽ ആയിരക്കണക്കിന് പ്രവാചകന്മാര് വന്നു. എല്ലാരും റസൂലുകളല്ല. അതിനു മുമ്പ് വന്ന റസൂല് കൊണ്ടുവന്ന ശരീഅത്തിലേക്ക് ആളുകളെ അടുപ്പിക്കുക, അവർക്ക് നസീഹത്ത് ചെയ്യുക, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കുക, വിട്ടുപോകുമ്പോൾ പിടിച്ചു കൊണ്ടുവരിക, ഇതൊക്കെ അവരുടെ ജോലി. ദഅവത്ത് ഫർദല്ല. പക്ഷെ റസൂല് ദഅവത്ത് നിർബന്ധമാണ്. ഒരു റസൂൽ എപ്പ വരാന്നറിയോ? ആളുകൾ ഷിർക്കിലേക്ക് പോയി ദീനിൽ നിന്ന് പുറത്തായാൽ. അതിനർത്ഥം ഷിർക്കല്ലാത്ത മറ്റു കാര്യങ്ങള് ദീനിലുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകളാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഷിർക്ക് വന്നാൽ ഇസ്ലാം ഒന്ന് പുറത്തായി. അപ്പൊ ഉള്ളിലേക്ക് കൊണ്ടുവരുവാൻ അള്ളാഹു നിയോഗിക്കും റസൂലുകളെ. ആദ്യത്തെ റസൂൽ നൂഹ് നബി അലൈഹിസ്സലാം. താരിഖ് പറഞ്ഞ നമ്മളെ സമയം പോകും. ആദ്യത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം. അതിനു മുമ്പ് ആദം, ഇദ്രീസ്, ഒരുപക്ഷെ ശീസ് അലൈഹിമുസ്സലാത്തു വസ്സലാം. ഇതൊക്കെ നബിമാരാണ്. കാരണം ആരും ഷിർക്കിലേക്ക് പോയില്ല. അന്ന് പക്ക മുവഹിദുകളാണ്. നൂഹ് നബിയുടെ കാലത്ത് ഔലിയാക്കളുടെ ജാറങ്ങൾ ഉണ്ടാക്കി ആരാധിക്കാൻ തുടങ്ങി. ജനങ്ങൾ ഷിർക്കിലേക്ക് പോയി, ഇസ്ലാം എന്ന് പുറത്തായി. ഫഅർസലല്ലാഹു നൂഹൻ റസൂലാ, നൂഹ് നബി അല്ലാഹു റസൂലായിട്ട് അയച്ചു. എന്താ റസൂലിന്റെ ജോലി? ഷിർക്കിലേക്ക് പോയ ആളുകൾക്ക് നിർബന്ധ ദഅവത്ത് കൊടുത്ത് തൗഹീദിലേക്ക് കൊണ്ടുവരാൻ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതോടുകൂടി റസൂലായി. യാ അയ്യുഹൽ മുദ്ദസ്സിർ, പുതച്ചു കിടക്കുന്ന പ്രവാചക, അള്ളാന്റെ സ്നേഹത്തിലുള്ള വിളിയാണ്. മുഹമ്മദ് എന്ന് വിളിച്ചില്ല. ഖുർആനിൽ എവിടെയാ വിളിയില്ല. പരിശുദ്ധ ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തുകളിൽ പലതും പല നബിമാരെയും അല്ലാഹു വിളിച്ചു. യാ ആദം, യാ നൂഹ്, യാ ഇബ്രാഹിം, യാ ഹൂദ്, പലരും വിളിച്ചു. യാ മൂസ, പല പ്രാവശ്യം വിളിച്ചു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് ഒരിക്കൽ പോലും വിളിച്ചില്ല. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസ്സിർ, യാ അയ്യുഹൻ നബി, യാ അയ്യുഹർ റസൂൽ.
അള്ളാഹു കൊടുത്ത ആദരവാണ്. നമുക്കെന്താ പ്രിയപ്പെട്ടവരത് കൊടുക്കാൻ പറ്റാത്തത്? നമുക്കെന്താ? റബ്ബുൽ ആലമീനായ റബ്ബ് അവന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരു അടിമക്ക് കൊടുത്ത ആദരവാണിത്. അതെന്തിനാ പറഞ്ഞതെന്നറിയോ? അടിയാറുകളെ, എന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ അത്രയും അനുഗ്രഹീതനാണ്, ബഹുമാന്യനാണ്. ആ ആദരവും ബഹുമാനവും നിങ്ങൾ കാണിച്ചോളണം. കാണിക്കുന്നില്ല നമ്മൾ. അള്ളാഹു മാപ്പ് തരട്ടെ. കാണിക്കുന്നില്ല നമ്മൾ. അള്ളാഹു ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും തൗഫീഖ് തരട്ടെ. പറയാൻ ഈസിയാണ്, പറയാൻ അറിയുന്നവർക്ക് പറയാം, കേൾക്കാൻ രസമുള്ളവർക്ക് കേൾക്കാം. പക്ഷെ ജീവിതത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നെഞ്ചോട് ചേർക്കാന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. യാ അയ്യുഹൽ മുദ്ദസ്സിർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന മറ്റൊരു തഫ്സീറുണ്ട് ഈ ആയത്തിൽ. വലീദ് ഇബ്നുൽ മുഗീറ വീട്ടിലൊരു സൽക്കാരം ഉണ്ടാക്കി. കാരണം നബിയായത് ചിലരെങ്കിലും അറിയും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനും വിട്ടുനിൽക്കല്ലേ. ആൾക്കാരൊക്കെ കൂട്ടി ഒരു സദ്യ, ഒരു ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് ഇവനെ എന്തെങ്കിലും ചെയ്യണ്ടേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇങ്ങനെ വിട്ടൂടാ. വിട്ടാൽ നമ്മളെ കാലിന്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അൽ അമീനാണ്, അൽ അമീനാണ്. ആരും വിശ്വസിക്കും, ആരും കേൾക്കും പറഞ്ഞാല്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ഫഖാല ബഅദുഹും, നമുക്ക് സാഹിർ എന്ന് പറയാം, മരണക്കാരനാണ്, സിഹർ ചെയ്യുന്ന ആളാണ്. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ലൈസ ബിസാഹിർ, 40 കൊല്ലായി നമ്മളെപ്പരം ജീവിക്കുന്ന ആളാണ്, ഇതുവരെ അങ്ങത്തൊന്നും ചെയ്തതായിട്ടും നമ്മളെ അറിവിലില്ല, പറഞ്ഞാലൊന്നും ആരും വിശ്വസിക്കൂല. ഫഖാല ബഅദുഹും, ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, കാഹിൻ എന്ന് പറയാം, ജ്യോത്സ്യൻ. ജ്യോത്സ്യപ്പനുണ്ടല്ലോ, കളം വരച്ചിട്ടിടുന്ന ആരോ എന്തോ വന്നിട്ട് കുറുകുറു ആക്കി കൊടുത്തിട്ട് അത് വെറുതെ പറയുന്നതെന്ന് പറയാം. ഇപ്പൊ ഈ ഖുറൈശികൾ പറഞ്ഞു, 40 കൊല്ലായിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പണിക്ക് പോയത് നമ്മൾ കണ്ടിട്ട് നമ്മൾ അറിഞ്ഞില്ല. എത്ര ക്ലിയറാ നോക്കി റസൂലുള്ളാഹിന്റെ ജീവിതം. ഈ മിമ്പറിൽ നിൽക്കുന്ന ഞാനും എന്റെ മുമ്പിലുള്ള മടക്കേരിയിലെ സലഫികളും ആൾക്കാരോട് ദഅവത്തിന് തൗഹീദ് പറയാൻ വേണ്ടി പോയാൽ, സുന്നത്ത് പറയാൻ വേണ്ടി പോയാൽ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കുത്താനുണ്ടാവില്ലേ? അല്ലാഹു മാപ്പ് തരട്ടെ. ഉണ്ടായിക്കൂടാ, അങ്ങനെ ഒന്നും ഉണ്ടായിക്കൂടാ ദായികൾക്ക്. പക്ഷെ മനുഷ്യന്മാരാണ്, അപാകത വരും. എന്നാലും അവര് പറയാൻ പക്ക ശത്രുക്കളെ പറയുന്നു. 40 കൊല്ലായിട്ട് കൂടെയുള്ളവരല്ലേ, എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. ലൈസ ബിക്കാഹി. ഇപ്പൊ ചില ആൾക്കാർ പറഞ്ഞു, ഷാഇർ എന്ന് പറയാം, കവി. അപ്പൊ തന്നെ അടുത്ത ആൾക്കാർ എഴുന്നേറ്റു, ലൈസ ബിഷാഇർ, അങ്ങനത്തെ ഒരു കവിതയോ പാട്ടോ ഇതൊന്നും മുഹമ്മദിന്റെ നാവെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിതുവരെ കേട്ടിട്ട. ഇതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കൂല. അതാ അവരുടെ പേടി. ഒരാളെ പറ്റിയാണ് ഇന്നതാണെന്ന് പറയുമ്പോ ആൾക്കാരത് വിശ്വസിക്കണ്ടേ? അങ്ങനെ വിശ്വസിക്കാൻ ആ പ്രിയപ്പെട്ട പൊന്നു പ്രവാചകന്റെ ജീവിതത്തിന് ഒരു കറ നമ്മൾ 40 കൊല്ലായിട്ട് കണ്ടിട്ടില്ല. അത്ര ക്ലിയറാണ് ജീവിതം. ശത്രുക്കൾ എന്ത് പറഞ്ഞാലും, എഴുതുന്നവരെ എന്ത് എഴുതി പിടിപ്പിച്ചാലും, എത്ര ലക്ഷക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് പേപ്പറുകളിൽ മോശമെഴുതിയാലും കൂടെ ജീവിച്ച ഖുറൈശികൾ അവരായി പറയുന്നത് ലൈസ ബിസാഹിർ, ലൈസ ബികാഹിൻ, ലൈസ ബിശാഇർ, ഒന്നുമല്ല. വലീദ് പറഞ്ഞു, പിന്നെ എന്ത് പറയും, പിന്നെ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ പറയാം, ഇൻ ഹാദാ ഇല്ലാ സിഹ്റുൻ യുഅ്സർ. അല്ലാഹു പറഞ്ഞു, ഇന്നഹു ഫക്കറ വഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ. സൂറത്തുൽ ഖിയാമ തഫ്സീർ ഒന്ന് വായിച്ചു നോക്ക് നിങ്ങൾ. സൂറത്തുൽ മുദ്ദസ്സിർ. നിങ്ങൾ അയാൾ ചിന്തിച്ചു, അല്ലാഹു ചോദിക്കാൻ, കൈഫ ഖദ്ദർ, ഇത് സാഹിറാണ്, സിഹറാണ് എന്ന് ഈ വലീദ് ഇബ്നുൽ മുഗീറ ഓൻ എങ്ങനെയാ അങ്ങനെ തീരുമാനിക്കാൻ പറ്റിയത്? ഒരു വ്യക്തമായിട്ട് പകൽ വെളിച്ചം പോലെ ക്ലിയർ അല്ലേ എന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനത്തെ ആളല്ലാന്ന്. സഉസ്ലീഹി സഖർ, ഞാൻ ഓനെ വെറുതെ വിടൂല. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻ, ഇയാളെ മോൻ, ഈ മുഗീറന്റെ മോൻ, ഈ ആയത്ത് ഓതുമ്പോൾ കരയും. എന്നിട്ട് പറയും, ഇത്ര ബുദ്ധിമാനായ, ഇത്ര വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള എന്റെ ബാപ്പാക്ക് ഈ അവസ്ഥ വന്നു പോയല്ലോ. സഉസ്ലീഹി സഖർ, അവനെ ഞാൻ സഖറിൽ പ്രവേശിപ്പിക്കും. വമാ അദ്റാക മാ സഖർ, നബിയെ നിങ്ങൾക്കറിയോ സഖർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ലാ തുബ്ഖി വലാ തദർ, ശരീരത്തിന്റെ ഒരു അംശം പോലും ബാക്കിയാക്കാതെ കത്തിച്ചു കളയുന്ന നരകത്തിന്റെ ഒരു മലഞ്ചെരുവാണ്. അവനെ ഞാൻ അവിടെയാ കയറ്റാൻ പോകുന്നു. ഇത് വലീദിന്റെ മാത്രം കഥയല്ല. വലീദിന്റെ പിന്തലമുറക്കാരായി ദീനുൽ ഇസ്ലാമിനെയും പ്രവാചകനെയും ഖുർആനെയും കൊഞ്ഞനം കുത്തുന്ന സർവത്തിന്റെയും വിധി
ഇതാണ് സഉസ്ലീഹി സഖർ. അതുകൊണ്ട് ചിരിച്ചോണ്ട് പറഞ്ഞാലും അത് അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ബോധം ഉണ്ടാവണം. അല്ലേ? അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിനെ കളിയാക്കുമ്പം പരിഹസിക്കുമ്പം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹീഹായ ഹദീസുകള് 1000 വട്ടം ശരിയാണെന്ന തരത്തിൽ മുമ്പിൽ കണ്ടു കിട്ടിയാലും നിന്റെ നാറി പുളിച്ച ബുദ്ധിക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല, അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന ഒറ്റ കാരണത്താൽ കളിയാക്കുമ്പം പരിഹസിക്കുമ്പം വലീദ് ഇബ്നുൽ മുഗീറയെ ഓർക്കുന്നത് നല്ലതാണ്. സഉസ്ലീഹി സഖർ വമാ അദ്റാക മാ സഖർ. നിനക്കറിയോ നബിയെ സഖർ എന്ന് പറയുന്നത് എന്താണെന്ന്? ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൽ ലിൽ ബശർ അലൈഹാ 19 ഖുർആനാണ്. ഞാൻ നിന്നെ വെറുതെ വിടൂല, അള്ളാഹുവിന്റെ താക്കീതാണ്. എന്തൊരു പൊളപ്പാ മനുഷ്യന്മാർക്ക്. ഇങ്ങനെ ഓരോ വാട്സപ്പിൽ അയക്കുമ്പോ ഫേസ്ബുക്കിൽ അയക്കുമ്പോ ഇങ്ങനെ ചങ്ങന്മാരോട് പറയുമ്പം എന്നാൽക്കൊന്നും ചെയ്യാൻ പറ്റൂല, എന്നാലും ഒന്നും ആക്കൂല, ഞാൻ ഇങ്ങനെ. നീ ഒന്നുമല്ല. നമ്മുടെ മുമ്പിൽ എന്തെങ്കിലും ആയിരിക്കും, അള്ളാഹുവിന്റെ മുമ്പിൽ നീ ഒന്നുമല്ല. വലീദ് ഇബ്നുൽ മുഗീറയുടെ അടുത്ത് നിനക്ക് അടുത്ത ജന്മത്തിലെത്താൻ പറ്റൂല. അങ്ങനത്തെ മനുഷ്യനാണത്. നീ ഒന്നുമല്ല. ജാഗ്രതയും. അള്ളാഹു നമുക്കെല്ലാം ഹിദായത്ത് നസീബാക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടു. ഇന്നലെ വരെ അൽ അമീൻ എന്ന് വിളിച്ച ആളുകളൊക്കെ ദാറുന്നദവയിൽ കൂട്ടം കൂടി എന്നെ സാഹിറാക്കി കള്ളനാക്കി എന്ന് കേട്ടപ്പം ഭയങ്കര വിഷമായി. നമുക്ക് സഹിക്കാൻ പറ്റുമോ? മടിക്കേരിയിൽ ആരെങ്കിലും ഒരാള് അച്ചങ്ങായി സലഫിയായി തോന്നും, ആകെ ടെൻഷനായി. കടയിൽ ആള് വരുന്നില്ല, വീട്ടിൽ നിന്ന് കുടുംബക്കാരും ഭാര്യയും മക്കളും മൂത്താപ്പ അളയപ്പന്നെ കളിയാക്കാൻ തുടങ്ങി. എന്നാലും നമുക്ക് നമ്മളെ കൂടെ പിടിക്കാൻ സലഫികളായ സഹോദരങ്ങളുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കുഴപ്പമില്ലടാ, നമ്മളുണ്ട്, നമുക്ക് നോക്കാം ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആരുമില്ല. ഒറ്റക്കാണ്. നാട്ടുകാരെ മുഴുവൻ കുറ്റപ്പെടുത്താൻ അത് മനസ്സിന് കൊണ്ടു വീട്ടിൽ ചെന്നിട്ട് പുതച്ച് കിടന്നു. അപ്പോഴാ വരുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ, എനിക്ക് കിടക്കാൻ പറ്റൂല, ഞാൻ നിങ്ങളെ റസൂലാക്കിയിരിക്കുന്നു, എനിക്ക് കിടപ്പില്ല. ഖും ഫഅൻദിർ, എഴുന്നേറ്റോളിൻ, മുന്നറിയിപ്പ് കൊടുത്തോളിൻ. ദഅവത്തിന്റെ തുടക്കമായിരുന്നു. റസൂലുള്ളാഹി ചാടി എഴുന്നേറ്റു, വിളിച്ചു, ഖദീജ എന്റെ വിരിപ്പ് മടക്കി വെച്ചേക്കിൻ, എന്റെ റബ്ബിന്റെ കൽപ്പന വന്നിട്ടുണ്ട് ഇറങ്ങാൻ, അവന്റെ വഹ്ദാനിയത്ത് പറയാൻ. ഇറങ്ങി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതീവ രഹസ്യമായി ദഅവത്ത് തുടങ്ങി. ആദ്യം വന്നാരെന്നറിയോ? ഖദീജ, കൂടെ കിടക്കുന്ന ഭാര്യ. അതായിരിക്കണം പെണ്ണ്. ഭർത്താവിനെ അറിയണം, ഭർത്താവിന്റെ ആദർശം. വേറൊരു വശമുണ്ട്, ഭർത്താവായിരിക്കണം. നേരത്തെ പറഞ്ഞ ദയൂസായാൽ പെണ്ണ് പറയും, ആദ്യം നീ പോയി നന്നായിട്ട് വാ. അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഖദീജക്കറിയാം ഈ ആൾ ആരാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തുടക്കത്തില് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ വന്ന് റസൂലുള്ളാഹിനെ എടുത്തിട്ട് സഫാ മലന്റെ ബാക്ക് പോയി. അവിടെ ചെന്നിട്ട് കാലുകൊണ്ടൊന്ന് അടിച്ചു, പാടുന്ന വെള്ളം വന്നു. ആ വെള്ളത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം വുദൂ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കി അതേപോലെ വുദൂ ചെയ്തു. അവിടെ വെച്ച് ജിബ്രീൽ ഇമാമായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായി 2 റക്അത്ത് നിസ്കരിച്ചു. എല്ലാ കാലഘട്ടത്തിലും നിസ്കാരമുണ്ട്. എല്ലാ നബിമാർക്കും റസൂലിനും നിസ്കാരമുണ്ട്. തുടക്കത്തിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 2 റക്അത്ത് നിസ്കാരമേ ഉള്ളൂ. പിന്നെയാണ് 4ഉം 3ഉം ഒക്കെ വന്നത്. ഈ 2 റക്അത്ത് നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിച്ചു. നേരെ വീട്ടിൽ പോയി ഓളെ വിളിച്ചു. അതാണ് ഭർത്താവ്. ദീൻ കൈമ കെട്ടിയാൽ ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് ഓളയാണ്, പിന്നെ ആ പുറത്ത്. നമ്മൾ നേരെ തിരിച്ചാണ്. പുറത്ത് മഹാപ്രസംഗം, വീട്ടിന്റെ ഉള്ളിൽ ഒരു ദഅവത്തുമില്ല. അള്ളാഹു മാപ്പ് തരട്ടെ. ഖദീജ, ജിബ്രീൽ വന്നു, എനിക്ക് ഇങ്ങനെ പഠിപ്പിച്ചെന്നു, വാ. വുദൂ ചെയ്തു. ഖദീജ അങ്ങനെ തന്നെ നോക്കി. ഇന്ന് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഒരു വക്ത് പോലും ഖദീജ റളിയല്ലാഹു അൻഹ നിസ്കരിച്ചിട്ടില്ല. കാരണം ഉദ്ബലതാന്നതിന് മുമ്പ് അവര് വഫാത്തായി. പക്ഷെ അന്നത്തെ 2 റക്അത്ത് നിസ്കാരം ഖദീജയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വീട്ടിൽ നിന്ന് നിസ്കരിച്ചു. ഈ താരീഖ് പറയുമ്പോൾ ഉലമാക്കൾ പറയും, വീട്ടിൽ തഹജ്ജുദിന്റെ സമയത്ത് മാപ്പിളയും വീട്ടിൽ എഴുന്നേൽക്കണം, ഭർത്താവ് ഇമാമായി നിൽക്കണം, ഭാര്യ ബാക്കിൽ നിന്നിട്ട് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കണം. ആ വീട്ടിൽ നിന്ന് ഐശ്വര്യം എടുത്തേക്കും പോവില്ല. ആ വീട്ടിലെ 100 പ്രകാശം അതെങ്ങോട്ടും പോവില്ല. ആ 100ആയിരിക്കും അത് കണ്ട് വളരുന്ന മക്കളുടെ കൽവിലുണ്ടാവുക. അത് നമുക്കറിയില്ല. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും ഇമാമും ജമാഅത്തുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത്. ഭർത്താവ് ഇമാമും ഭാര്യ മഅ്മൂം. ഖദീജ ബീവി നിസ്കരിക്കും. ഖദീജ റളിയല്ലാഹു തആല അൻഹാ അത് പറഞ്ഞു കൊടുക്കേണ്ട താമസം
പറഞ്ഞു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലു. കാരണം സംശയിക്കേണ്ട കാര്യമില്ല, ഭർത്താവ് ആരാന്നറിയാം, കളവ് പറയില്ല എന്ന് ഉറപ്പാണ്. ആദ്യത്തെ ഇസ്ലാമിലേക്ക് വന്ന വ്യക്തി ഖദീജ റളിയല്ലാഹു അൻഹ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കമുല മിനൽ റിജാലി കസീർ. ആണുങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും പൂർണ്ണതയിലെത്തിയിട്ടുണ്ട്, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ കുറച്ചു പേരെയുള്ളൂ. അതിലൊന്ന് ആസിയ ബിൻതു മുസാഹമ ഇംറഅത്തു ഫിർഔൻ. ഫിർഔന്റെ ഭാര്യ ആസിയ. ഈമാന്റെ പൂർണ്ണത നമ്മളതിന്റെ കഥ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തത് മറിയം ബിൻത് ഇമ്രാൻ, ഈസ നബിന്റെ ഉമ്മ മറിയം. ആ സംഭവം ഒന്ന് വായിച്ചു നോക്കണം. ജിബ്രീൽ വന്നതും റൂഹൂദിയതും ഗർഭിണിയായതും. സുബ്ഹാന റബ്ബി, എന്തൊരു പരിശുദ്ധമായ പെണ്ണാണ്, എന്തൊരു ആത്മാർത്ഥതയുള്ള പെണ്ണാണ്, എന്തൊരു ലജ്ജയും ഹയാവുമുള്ള പെണ്ണാണ് മറിയം. നമ്മളെ പൊമ്മക്കൊക്കെ മറിയമിന്റെ കല്യാണപ്രായത്തിലെത്തുന്നതിന് മുമ്പ് മറിയമിന്റെ കഥ കേൾപ്പിച്ചു കൊടുക്കണം. എന്റെ പൊന്നു ചെറുപ്പക്കാരികളെ, നെഞ്ചത്ത് കൈവച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. കല്യാണത്തിന് മുമ്പ് ഞാൻ പരിശുദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ പരിശുദ്ധയാണ് എന്ന് എത്ര പേർക്ക് സ്വന്തത്തിനോട് പറയാൻ പറ്റും? എന്നൊരാണും തൊട്ടിട്ടില്ല, എന്റെ ഔറത്തൊരാണും കണ്ടിട്ടില്ല, എന്റെ ഔറത്തൊരു പെണ്ണും കണ്ടിട്ടില്ല എന്ന് ഇന്ന് വർത്തമാനകാലത്ത് എത്ര ആമ്പിള്ളർക്കും പെമ്പിള്ളർക്കും പറയാൻ പറ്റും? കുറവാണ്. നമ്മളെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കുറവാണ്. മറിയമിന്റെ കഥ പഠിക്കണം. ജിബ്രീലാ വരുന്ന മനുഷ്യന്റെ കോലത്തിൽ. ഇപ്പം പറയാ, നീ എന്താ നിനക്കെന്താ അള്ളാനെ പേടിയില്ലേ? സൂക്ഷ്മത പാലിക്കണ്ടേ? ഞാൻ ഒരു അന്യ പെണ്ണല്ലേ? നീ എങ്ങനെ ഒറ്റയ്ക്ക് എന്റെ അടുത്തേക്ക് വരിക? മാറി നിൽക്ക്, ലജ്ജയില്ലേ നിനക്ക്? മറിയമിന്റെ വർത്താനം ജിബ്രീലിനോട് ഇപ്പോഴാ പറഞ്ഞത്, മറിയം നീ വിചാരിച്ച ആളല്ല ഞാൻ, നിന്റെ റബ്ബ് നിന്റെ അടുത്തേക്ക് എന്നെ അയച്ചതാണ്, നീ ഗർഭിണിയാവാൻ പോവാണ്. ഇപ്പോഴാ മറിയമിന് സമാധാനായത്. ഒറ്റക്കായിപ്പോയപ്പോ, ആണും പെണ്ണും ഒറ്റക്കായിപ്പോയപ്പോ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി പറഞ്ഞു ഈമാന്റെ പൂർണ്ണത കിട്ടിയാണ്. മൂന്നാമത്തെ ആരെന്നറിയോ? ഖദീജ ബിൻതു ഖുവൈലിദ്. എന്റെ ഭാര്യ ഖദീജ. എനിക്ക് എന്റെ ഭാര്യയെ പറ്റി അങ്ങനെ പറയാൻ പറ്റിയെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളെ ഭാര്യമാരെ പറ്റി അങ്ങനെ പറയാൻ പറ്റിയെങ്കിൽ, എന്റെ ഭാര്യ ഖദീജ ബിൻതു ഖുവൈലിദ് ഈമാൻ പൂർണ്ണതയത്ര സ്ത്രീയാണ്. ഒരു ദിവസം ജിബ്രീൽ വന്നു അലൈഹിസ്സലാം, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതാ ഖദീജ വരുന്നുണ്ട്. ആകാശത്തും വന്നാ വരുന്നു ജിബ്രീൽ, ഇതാ ഖദീജ വരുന്നുണ്ട്, കയ്യിലൊരു പാത്രമുണ്ട്, നിങ്ങൾക്കുള്ള പാലോ കറിയോ, അങ്ങനെ ഹദീസിലുള്ളത്, എന്തോ കറിയോ എന്തോ കൊണ്ടാ വരുന്നത്. ഖദീജ വന്നാ നിങ്ങൾ പറയണം, അല്ലാഹു യഖ്റഉകി സലാം, അള്ളാഹു ഖദീജക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് നബിയെ, എന്റെ സലാമും ഖദീജനെ അറിയിക്കണം. ഏതായിരിക്കും ആ പെണ്ണ്, ആ ഉമ്മ റളിയല്ലാഹു അൻഹ. നാലാമത്തെ ആരെന്നറിയോ? എന്റെ മോള് ഫാത്തിമ ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാന്റെ പൂർണ്ണതയെത്തിയ സ്ത്രീകളിൽ സ്വർഗത്തിന്റെ പെണ്ണുങ്ങളുടെ നേതാവും കൂടിയാണ്. ഈ 4 പേരെയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞ്. ആയിഷ ബീവിക്ക് സ്വാഭാവികമായിട്ടും വിഷമവും ഇത് കേൾക്കുമ്പോ. പിന്നീട് പറഞ്ഞു, ആയിഷാന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയോ? അതാ ഭർത്താവ്. ഉമ്മാന്റെ മുമ്പിലും പെങ്ങന്മാരുടെ മുമ്പിലും ഒക്കെ സ്വന്തം ഭാര്യനെ കുറച്ചൊന്ന് പൊക്കുന്നത് നല്ലതാണ്. എല്ലാരും കേൾക്കുമ്പോ പറയാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദ്ലു ആയിഷ അലാ സായിരിൻ നിസാ. മറ്റുള്ള ലോകത്തുള്ള മുഴുവൻ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എന്റെ ആയിഷക്കുള്ള പ്രത്യേകത എന്താ അറിയോ? കഫദ്ലി സരീദി അലാ സായിരി തആം. നമ്മൾ സാധാരണ തിന്നുന്ന മറ്റു ഭക്ഷണങ്ങൾക്കിടയിൽ സരീദ്, അറബികളുടെ ഇഷ്ടഭക്ഷണം, അതിനെത്ര പ്രാധാന്യമുണ്ടോ അതേപോലെയാണ് പെണ്ണുങ്ങൾക്കിടയിൽ എന്റെ ഭാര്യ ആയിഷ. കേട്ടപ്പോ ആയിഷ ബീവിക്ക് കുറച്ച് റാഹത്തായി. പക്ഷെ നാളെ ആഖിറത്തിലും ആയിഷ റളിയല്ലാഹു അൻഹാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, അതിൽ സംശയമില്ല. 18ാമത്തെ വയസ്സിൽ വിധവയായി ആയിഷ. പിന്നീട് അങ്ങോട്ട് വഫാത്താകുന്ന 60 ചില്ലാനം വയസ്സ് വരെ ഒറ്റക്ക്, മക്കള് പോലും ഇല്ല, മക്കളൊന്നും കൊടുത്തിട്ടില്ല, ഒറ്റക്ക്. എന്തൊരു ജീവിതമായിരിക്കും അത്. പക്ഷെ അതിന്റെ പകരം ഇരട്ടി നാളെ ജന്നത്തുൽ ഫിർദൗസിൽ കിട്ടാൻ പോവാൻ ആയിഷ ഉമ്മാക്ക് റളിയല്ലാഹു അൻഹാ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ ആദ്യം വന്നു. പിന്നെ വന്നത് അലി ഇബ്നു അബി താലിബ്. അന്ന് 10 വയസ്സാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിലാണ് താമസം. കാരണം മൂത്താപ്പ അബൂ താലിബ് ഫഖീറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോൻ അലിയെ ദത്തെടുത്തതാണ്. എന്റെ വീട്ടിൽ നിന്നോട്ടെ, ഞാൻ ചെലവ് നോക്കിക്കോളാം, അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയതാണ്. ഒരു ദിവസം അലി വരുമ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും നിസ്കരിക്കാൻ. അലി നോക്കി, ഇതുവരെ കാണാത്തൊരു സംഗതി. നിസ്കാരം കഴിഞ്ഞപ്പോ ചോദിച്ചു,
ഇതെന്താ സംഗതി? ഇതുവരെ 10 വയസ്സുള്ള കുട്ടി ആ പക്കത്ത് നോക്കി, ഇതെന്താ സംഗതി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാ കാര്യങ്ങള്, ഇവന്റെ റബ്ബ് കൽപ്പിച്ചതാണ്, നീ കൂടെ കൂടിക്കോളെ. അലി പറഞ്ഞു, ഞാൻ എന്റെ ഉപ്പാനോട് ചോദിക്കട്ടെ. അതൊരു സംസ്കാരമാണ്, അത് മക്കൾക്കുണ്ടാവേണ്ട ഒരു സംസ്കാരമാണ്. എന്ത് വിഷയവും ഞാൻ ഉപ്പാനോട് ചോദിക്കട്ടെ. അത് കേൾക്കുമ്പോൾ തന്നെ ഉപ്പാക്ക് എന്തോ റാഹത്തായിരിക്കും മനസ്സിന്. ഇത് നമ്മൾ 2 കാലിൽ നിൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ഉപ്പ ഔട്ടായി. പാടില്ല പ്രിയപ്പെട്ടവരെ, പാടില്ല. ചിലപ്പോൾ ഉപ്പാക്ക് നല്ല വയസ്സായിട്ടുണ്ടാവും, താടിയെല്ലാം നരച്ച്, മുടിയെല്ലാം നരച്ച്, വടിയെല്ലാം കുത്തി നടക്കുന്നുണ്ടാവും. എന്നാലും ഉപ്പ ഇങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്താ ഉപ്പാന്റെ അഭിപ്രായം? ചെയ്യണോ ചെയ്യണ്ടേ? എന്തൊരു റാഹത്തായിരിക്കും ആ ഉപ്പാന്റെ മനസ്സിന്. അപ്പൊ ഉപ്പ പറയും, മാഷാ അല്ലാഹ്, എന്റെ മോൻ 2 കാലിൽ നിന്നു, ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, എന്നാലും ഞാൻ ഇപ്പോ എന്റെ ഉപ്പന്നെ. അത് തോന്നിപ്പിച്ചു കൊടുക്കണം, അത് തോന്നിപ്പിച്ചു കൊടുക്കണം. അലി പറഞ്ഞു, ഞാൻ ഉപ്പാനോട് ചോദിക്കട്ടെ. റസൂലുള്ളാഹി പറഞ്ഞു, മോനെ ഇപ്പൊ ചോദിക്കണ്ട, നീ നിസ്കരിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഫക്തും യാ അലി, ഇതാരും അറിയിക്കല്ല മോനെ, രഹസ്യമായിട്ടുള്ള പരിപാടിയാണ്. അലി പോയി. പിറ്റേന്ന് രാവിലെ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ രാത്രി മുഴുവനും ആലോചിച്ചു. ആര്? 10 വയസ്സുള്ള കുട്ടി. ഞാൻ ഇന്നലെ രാത്രി മുഴുവനും ആലോചിച്ചു, എന്താ ഇവര് ചെയ്തത്, എന്താണ് ഈ കഥ. അപ്പൊ എനിക്ക് തോന്നി, നിങ്ങൾ ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയൂല. ഉപ്പാന്റെ അനിയന്റെ അടപ്പാന്റെ മോനെ പറ്റി പറയുന്നു, കളവ് പറയൂല. അതുകൊണ്ട് ഞാനും നിങ്ങളെ കൂട്ടത്തിലാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. 10 വയസ്സുള്ള അലിയാണ് ഇസ്ലാമിലേക്ക് വന്ന ആദ്യത്തെ കുട്ടി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, അനിയന്മാരെ, ദീനിന്റെ ഇൽമ്, ദീനിന്റെ സംസ്കാരം, അതിനോട് വിമുഖത കാണിക്കരുത്. ഇഅറാദ്, നെവർ മൈൻഡുള്ള അവസ്ഥ ഉണ്ടാവരുത്. ദീൻ പഠിക്കുന്നതിന് ആ പഠിപ്പിനെ 1-ാം നമ്പറായിട്ട് കണ്ടേ പറ്റുള്ളൂ. ദുനിയാവിന്റെ അറിവ് 2 തന്നെ, ദുനിയാവിന്റെ ഇൽമ് 2-ാം നമ്പർ തന്നെ. അതിന്റെ മുകളിൽ നിൽക്കണം ഖുർആൻ, അതിന്റെ മുകളിൽ നിൽക്കണം ഹദീസ്. എന്നാണോ നിങ്ങൾ ദുനിയാവിന്റെ വിദ്യാഭ്യാസത്തെ ദീനിന്റെ വിദ്യാഭ്യാസത്തിന്റെ മുകളിൽ കയറ്റുന്നത്, വല്ലാഹി സുമ്മ വല്ലാഹി, അന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ നാശത്തിന്റെ 1-ാമത്തെ തീയതിയാണ്. തെളിവ് ഖുർആൻ, തെളിവ് ഖുർആൻ. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ളൻകാ ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പ്രിയപ്പെട്ട മക്കളെ, 10ാം ക്ലാസ് എല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന പിള്ളേരുണ്ടല്ലോ, നമ്മുടെ ഈ പള്ളിയിലുണ്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം. ഒരു ക്ലാസ് നമ്മൾ വെച്ചിട്ടുണ്ട്, ഹദീസിൻ്റെത്, അഖീദന്റേത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട് ഖുർആനെയും കൂടി തുടങ്ങണം. വെള്ളിയാഴ്ച രാവിലെ ഇൻഷാ അല്ലാഹ് ഇതിനില്ല, നമ്മൾ ഉള്ള സമയത്ത് ഖുർആന്റേത്, രാത്രിയിൽ അഖീദന്റേത്, ശനിയാഴ്ച രാവിലെ ഹദീസിൻ്റെത്. നമ്മൾ ഉത്തരവാദിത്തം പൂർത്തിയാക്കല്ലേ പറ്റുള്ളൂ. നിങ്ങൾ നമ്മൾ ഈ കൂട്ടത്തിൽ പൊട്ടുപോയില്ലേ? അള്ളാഹു പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ അറിയോ? വമൻ അഅറദ അൻ ദിക്രി, എന്റെ ദിക്റിനോട് ആരെങ്കിലും, എന്റെ ദിക്റിനെ ആരെങ്കിലും ബാക്കിലേക്കാക്കിയാൽ, 2-ാം നമ്പർ ആക്കിയാൽ. ഇപ്പോഴും ഉണ്ട് സ്കൂളിന്റെ എക്സാം, ഇല്ലെങ്കിൽ സ്കൂളിന്റെ ടൂറ്, അത് മതി. സ്കൂളിൽ നിന്ന് എന്ത് ടൂർ എന്നാ പറയാ? സ്റ്റഡി ടൂറ്, മദ്രസ ലീവ്, ഖുർആൻ എന്ന മതി. അതിന് അർത്ഥം എന്താ അറിയോ? അൽ ഇഅറാദ്, അൽ ഇഅറാദ്, നെവർ മൈൻഡ്. അത് 2-ാം നമ്പർ. പിന്നെ പഠിച്ചോളൂ. ഇപ്പ വമൻ അഅറദ അൻ ദിക്രി, ഓനെ സംഭവിക്കാൻ പോകുന്നത് അറിയോ? ഫഇന്ന ലഹു മഈശതൻ ളൻകാ, ദുനിയാവിൽ അവന്റെ ജീവിതം ഇടുങ്ങാൻ പോവാണ്. എന്താ വിചാരിച്ച് ഇത് ഒഴിവാക്കിയിട്ട് മറ്റേ പഠിച്ചാൽ ഇങ്ങനെ ആകുന്ന? ഇല്ല, അതാക്കണ്ട. റബ്ബ് പറഞ്ഞു, മഈശതൻ ളൻകാ, ജീവിതം ഞാൻ ഇടുക്കമാക്കി കളയും, കുടുസാക്കി കളയും. ഒരു റാഹത്തും ജീവിതത്തിന് കിട്ടൂല. നാളെ ആഖിറത്തിലോ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, കണ്ണ് കാണാത്ത അന്ധനായിട്ടായിരിക്കും ഖിയാമത്ത് നാൾ വരിക. അപ്പൊ ഇവൻ ചോദിക്കും, അല്ലാഹു പറഞ്ഞുതരാൻ, ഇവൻ ചോദിക്കും, റബ്ബി ലിമ ഹശർതനി അഅ്മാ, എന്തിനാ അള്ളാഹുവെ കണ്ണില്ലാണ്ട് കൊണ്ടുവന്നത്? വഖദ് കുന്തു ബസീറ, എനിക്ക് നല്ല കാഴ്ച ഉണ്ടായിരുന്നല്ലോ. ഖാല, അപ്പൊ അല്ലാഹു പറയും, കദാലിക അതത്ക ആയാതുന, അതേപോലെ നിന്റെ അടുത്ത് മടക്കേരി പള്ളിയിൽ ഖുർആന്റെ ക്ലാസ്, ഹദീസിന്റെ ക്ലാസ്, അഖീദന്റെ ക്ലാസ്, ഇതെല്ലാം വന്നില്ലേ? കദാലിക അതത്ക ആയാതുന, എന്റെ ആയത്തുകൾ നിന്റെ മുമ്പിൽ വന്നു. ഫനസീതഹ, നീ അതിനങ്ങ് മറന്നു. നിനക്കതൊരു വലിയ ഗൗരവം ഉണ്ടായില്ല.
നീ അതിനെ 2ാം നമ്പറാക്കി. സൗകര്യമുണ്ട്, നിനക്ക് വരാൻ പറ്റും, പഠിക്കാൻ പറ്റും, എല്ലാം പറ്റും. ഫനസീതഹ വകദാലികൽ യൗമ തുൻസ. ഇന്ന് ഞാൻ നിന്നെ ഓർക്കുന്ന പരിപാടിയില്ല, നീ വിസ്മരിക്കപ്പെട്ടവനാണ്. എങ്ങോട്ട് പോകും? എവിടത്തേക്ക് പോകും? അള്ളാഹു ഒഴിവാക്കി വിട്ടാൽ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കണം ഇൽമിനോട്, ദീനിനോട്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു 10 വയസ്സുകാരൻ. ഒരു ദിവസം ഹദീസിന്റെ കിതാബുകളിൽ കാണാം, ബഹുമാനപ്പെട്ട അഫീഫുൽ ഖിന്ദി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പിന്നീട് മുസ്ലിമായി. അദ്ദേഹം പറയാൻ, ഞാൻ മക്കത്തേക്ക് കച്ചവടത്തിനായിട്ട് വന്നു. ഞാൻ വന്ന് നോക്കുമ്പം കഅബാലയത്തിന്റെ മുറ്റത്തൊരു വിചിത്രമായ കാര്യം കണ്ടു. ഒരാള് കഅബന്റെ മുമ്പിൽ നിന്ന് ഒരു തമ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇങ്ങനെ മുകളിലേക്ക് കുറച്ച് സമയം നോക്കി നിന്നിട്ട് പോയിട്ട് കൈകെട്ടി കഅബന്റെ മുമ്പിൽ നിസ്കരിക്കാൻ. പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു പയ്യൻ വന്നു, ചെറുപ്പക്കാരൻ, ഈ 10 വയസ്സുള്ള കുട്ടി വലതുഭാഗത്ത് നിന്നിട്ട് കൈകെട്ടി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സ്ത്രീ വന്നിട്ട് ബാക്കിൽ നിന്ന് കൈകെട്ടി. ഇത് കണ്ടപ്പോ എനിക്ക് ആകെ അത്ഭുതമായി പോയി. ഞാൻ അബ്ബാസിനോട് ചോദിച്ചു റളിയല്ലാഹു അൻഹു, അന്ന് അദ്ദേഹം മുസ്ലിമല്ല, റസൂലുള്ളാഹി തങ്ങളുടെ പിതൃവ്യൻ അബ്ദുൽ മുത്തലിബിന്റെ മോൻ അബ്ബാസ്. അബ്ബാസ്, അതാ അംറുൻ അദീം, ഒരു വിചിത്രമായ കാര്യമായിരിക്കുന്നല്ലോ, ഇതുവരെ കണ്ടിട്ട് ഇതുവരെ അറിയില്ല, എന്താ സംഭവം? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇത് ആ മുമ്പിൽ നിൽക്കുന്ന ആള് എന്റെ അനിയന്റെ മോനാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആള് നബിയാന്നാ പറയുന്നത്, വഹയൊക്കെ വരുന്നുണ്ട് എന്നാ പറയുന്നു. അതിന്റെ അപ്പുറത്തേക്ക് ചെറുപ്പക്കാരൻ, അതും എന്റെ അനിയന്റെ മോനാണ്. ഏത്? എന്റെ ജ്യേഷ്ഠന്റെ അബൂ താലിബിന്റെ മോനാണ്. ബാക്കിൽ നിൽക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഖദീജ ബിൻത് ഖുവൈലിദ്. കച്ചവടക്കാർക്ക് ഖദീജനെ അറിയാം, വലിയ പൈസക്കാരിയാണ്, അത് നമ്മളെ ഖദീജയാണ്. ഇദ്ദേഹം പറയാണ്, ഇത് പറഞ്ഞിട്ട് അബ്ബാസ് പറഞ്ഞു, അംറുൻ അദീം, വലിയ വിചിത്രമായ കാര്യമായിരിക്കുന്നല്ലോ. അദ്ദേഹം പോയി. ഞാൻ പിന്നീട് അദ്ദേഹം മുസ്ലിമായിട്ട് പറയാൻ, അന്ന് ഞാൻ മുസ്ലിമായിരുന്നുവെങ്കിൽ ദുനിയാവിലെ 4ാം നമ്പർ മുസ്ലിമായിരിക്കും ഞാൻ. അന്ന് ഞാനത് കണ്ടിട്ട് അവിടെ വെച്ച് സ്വീകരിച്ചിരുന്നെങ്കിൽ 4ാം നമ്പറുകാരൻ ഞാൻ ആയിരുന്നേനെ. പക്ഷെ അതിന്റെ മുകളിൽ നിന്നാ കിട്ടേണ്ട സെലക്ഷൻ. ഇരിക്കുന്ന ഓരോരുത്തർക്കും കിട്ടിയത് അതിന്റെ മുകളിൽ നിന്നാണ്, നമ്മളായിട്ടാക്കിയതല്ല. പക്ഷെ അന്ന് അദ്ദേഹത്തിന് കിട്ടിയില്ല. പിന്നീട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആ സംഭവം കുറച്ച് വിശാലമാണ്. അബൂബക്കർ സിദ്ദീഖിനെ അറിയണം. കാരണം എന്താ അറിയോ? ഷിയകൾ കാഫിറായി മുദ്രകുത്തുന്നു പ്രിയപ്പെട്ട അബൂബക്കറിന് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ആരെന്നറിയണം. എന്നിട്ട് ഈ എന്താ പറയാ, ഷിഈ വർഗത്തിന്റെ ആദർശവും അവരെന്താണ് എന്നും മനസ്സിലാക്കണം. ഇറാൻ വന്നിട്ടൊരു ബോംബ് ഇസ്രായേൽ ഇട്ടപ്പോഴേക്കും റോഡും ഫ്ലക്സ്, ഇറാൻ ഇസ്ലാമിന്റെ എന്താ കാവൽക്കാരൻ. എങ്ങനെ, എന്ത് മനസ്സിലാക്കിയിട്ടാ ജയ് വിളിക്കുന്നത്? എന്ത് മനസ്സിലാക്കിയിട്ടാ ഷീകൾക്ക് ഗുരു തക്ബീർ വിളിക്കുന്നത്? ഷീനെ അറിയണം. അത് അറിയണമെങ്കിൽ അബൂബക്കർ സിദ്ദീഖിനെ അറിയണം റളിയല്ലാഹു അൻഹു. അള്ളാഹു കഥ കേൾക്കുന്നതിലുപരി അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ തൗഫീഖ് നസീബാക്കി തരട്ടെ. أقول قولي هذا وأستغفر الله العظيم لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد فيا أيها الناس ഊസിക്കും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. അല്ലാഹുവിന്റെ സത്യവിശ്വാസികളായ അടിമകളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്നെന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. അതിലൊന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ ദീനിന്റെ ഇൽമിനോട്, വിദ്യാഭ്യാസത്തിനോട്. അതിനുവേണ്ടി ദിവസത്തിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, കൂടിപ്പോയാൽ 1 മണിക്കൂറെങ്കിലും മാറ്റിവെക്കണം. ശൈഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല നവാഖിദുൽ ഇസ്ലാം എണ്ണി പറഞ്ഞപ്പോൾ, നവാഖിദുൽ ഇസ്ലാം നമ്മളിവിടെ ദർസ് നടത്തിയിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട് കിതാബ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. അതിലൊന്ന് അദ്ദേഹം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഖാലൽ ഇമാമു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹം ആരാണ്? അത് ഇപ്പം പറയാൻ ചോദിച്ചല്ല, അദ്ദേഹത്തിന് അറിയണം. ഇന്ന് ദുനിയാവിൽ ഏറ്റവും അധികം വക്രീകരിക്കപ്പെടുന്ന താരീഖിന്റെ ഉടമയാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. അതൊരു മുജദ്ദിദാണ്. ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ് നമ്മുടെ മഗ്രിബിന് ശേഷമുള്ള ക്ലാസ്സിൽ ശൈഖുൽ ഇസ്ലാമിനെ പറ്റി ചില വാക്കുകൾ പറയാറുണ്ട്.
ഖുബൂരികൾക്ക്, ഖുറാഫികൾക്ക്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പുറത്തുള്ളവർക്ക് അരച്ചു കൊടുത്താൽ ബത്തക്ക ജ്യൂസിനേക്കാളും ടേസ്റ്റിൽ ആ ജ്യൂസ് കുടിക്കും. അങ്ങനത്തെ മനുഷ്യനാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹു തആല. അദ്ദേഹം പറഞ്ഞു, നവാഖിദുൽ ഇസ്ലാമിലെ ഒരു കാര്യം, അൽ ഇഅറാദു അൻ ദീനില്ലാഹ്, അല്ലാഹുവിന്റെ ദീനിനോട് ഒരു നെവർമൈൻഡ് സ്വഭാവം, ഒരു പരിഗണനയില്ലാത്ത സ്വഭാവം. ലാ യതഅല്ലമുഹു വലാ യഅമലു ബിഹി, അത് പഠിക്കാനും മെനക്കെടുന്നില്ല, അമൽ ചെയ്യാനും മെനക്കെടുന്നില്ല. ആ സ്വഭാവം ഉണ്ടെങ്കിൽ ജാഗ്രത. ദീനിന്റെ ഇൽമിനോട്, ദീൻ പഠിക്കാനുള്ള ഒരു ആശ, ആവേശം അത് മനസ്സിൽ കിട്ടുന്നില്ലെങ്കിൽ സംതിങ് റോങ്. ഒന്നെങ്കിൽ സസ്പെൻഡ് ചെയ്യപ്പെടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്മിസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അള്ളാഹു കാക്കട്ടെ. അദ്ദേഹം തെളിവ് പറഞ്ഞു സൂറത്തു സജദയിൽ, വെള്ളിയാഴ്ച നമ്മൾ കേൾക്കുന്ന ആയത്താണ്, ഒമൻ അദ്ലമു, ആരാണ് ഏറ്റവും വലിയ അക്രമി, മിമ്മൻ ദുഃഖിറ ബിആയാതി റബ്ബിഹി, അവന്റെ റബ്ബിന്റെ ആയത്തുകൾ അവന്റെ മുമ്പിൽ പറയപ്പെടുകയും സുമ്മ അഅറദ അൻഹാ, അതിൽ നിന്ന് പിന്തിരിയുകയും ചെയ്തവനേക്കാൾ. ആരുണ്ട് ഏറ്റവും വലിയ അക്രമി? ആയത്ത് അവസാനിപ്പിക്കുന്ന എന്താ അറിയോ? ഇന്ന മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്നവനെ ഞാൻ മുഖം നോക്കാതെ ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ക്ലാസ് ഉപയോഗപ്പെടുത്തണം. മാതാപിതാക്കൾ, ഉപ്പമാര് ആ വിഷയത്തിൽ ഉണ്ട്. അൽഹംദുലില്ലാ, സ്ഥിരമായി ആ ക്ലാസ്സിൽ വന്നിരിക്കുന്ന ഉപ്പമാര്, നിർബന്ധത്തോടെ ഇരുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആ വിഷയത്തിലൊന്ന് ഗൗരവത്തോടെ ആൺമക്കളും പെൺമക്കളും ഒക്കെ എടുക്കണം. എന്ന് പറഞ്ഞാല് ഇത്രയും നല്ലൊരു പള്ളിയും സൗകര്യവും മിമ്പറും മെഹ്റാബും ഒക്കെ അള്ളാഹു നമ്മുടെ കൈമിൽ വെച്ച് തന്നിട്ട് അടുത്ത തലമുറക്ക് നമുക്ക് ആ ദീനും ഇൽമും കൈമാറാൻ പറ്റുന്നില്ലെങ്കിൽ അത് നന്ദികേടായി പോകും, മറുപടി പറയേണ്ടി വരും. ഒരു പക്ഷേ നാളത്തെ തൗഹീദിന്റെ സുന്നത്തിന്റെ ദഅവത്തിന് ആളില്ലാതെയായാൽ ഉത്തരവാദി നമ്മളായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ, ഒരു സാമ്പത്തിക കാര്യമാണ്. കോഴിക്കോട് ജില്ലയിൽ കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തൊരു മദ്രസയുണ്ട്. സലഫി മൻഹജു സലഫിൽ പക്ക മുറുകെ പിടിച്ച് പോകുന്ന ഒരു സ്ഥാപനമുണ്ട്. നമ്മളെ മരണപ്പെട്ടു പോയ സക്കരിയ റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ്. എന്റെ മോളെ ഞാൻ അവിടെ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. കാരണം നല്ലൊരു മനസ്സിന് സംതൃപ്തിയിൽ, റാഹത്തിൽ, പെണ്ണുങ്ങളുടെ ഹിജാബും പെൺകുട്ടികൾക്കുള്ള സംരക്ഷണവും ഒക്കെ തോന്നുന്ന ഒരു സ്ഥാപനമാണ്. അൽഹംദുലില്ലാ, അതിൻ്റെതായ മാറ്റവും കാണാനുണ്ട്. മക്കളുടെ പെരുമാറ്റത്തില്, അവരുടെ വർത്തമാനത്തില്, അവരുടെ ജീവിത ശൈലിയില് ആ മാറ്റം അനുഭവിക്കുന്ന ഒരു ഉപ്പാന്റെ വാക്കായിട്ട് നിങ്ങൾ കേട്ടാൽ മതി. അതിന്റെ ഇടക്ക് ഞാനൊന്ന് മാറ്റി. അതിന്റെ ഇടക്ക് ചെറിയ ശൈത്താൻ കയറി, മോളെ മനസ്സിലും ഉമ്മാന്റെ മനസ്സിലും ശൈത്താൻ കയറി. അപ്പൊ ഒന്ന് മാറ്റി. ഒരൊറ്റ ആഴ്ച കൊണ്ട് അതിന്റെ മാറ്റത്തിന്റെ ഗൗരവം, അതിന്റെ കടുപ്പം മനസ്സിലായി. ഉടനെ തന്നെ തിരിച്ചിട്ടൊരാഴ്ച കഴിയുമ്പോഴേക്കും നേരെ ഉൾട്ട. മാഹൗൽ ചുറ്റുപാട്. മക്കള് വളരുന്നത് ആ ചുറ്റുപാടിനനുസരിച്ചായിരിക്കും. നാവുന്ന തൗഹീദിന്റെ വർത്താനം പറയുമ്പോൾ, ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോൾ, നവാഖിദുൽ ഇസ്ലാം നമുക്ക് പറഞ്ഞു തരുമ്പോൾ, തൗഹീദിന്റെ ഷിർക്കിന്റെ മസ്അലകൾ ഉപ്പ എന്തൊരു കാര്യമുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഖൽബിനുണ്ടാവുന്ന ഒരു കുളിർമയുണ്ട്. പ്രിയപ്പെട്ടവരെ, അനുഭവിച്ചാലേ മനസ്സിലാക്കാൻ പറ്റൂ, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് മതി, വേറൊന്നുമില്ലെങ്കിലും അത് മതി. നാളെ ആഖിറത്തിൽ നമ്മുടെയും നിങ്ങളെയും മക്കൾ വന്നിട്ട് പറയും, അള്ളാഹുവേ എനിക്ക് ദീൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, എന്റെ ഉപ്പാനെ അമ്മാനെ ഒന്ന് രക്ഷപ്പെടുത്തണം. അള്ളാഹു കബൂലാക്കാതെ വിടൂല. അങ്ങനത്തെ ഒരു സ്ഥാപനം അൽഹംദുലില്ലാ കഴിഞ്ഞ ആഴ്ച വിളിച്ചെന്തിനാ അറിയോ? ഇയാൾ മടിക്കേരിയിലെ ഖത്തീബാന്ന് അറിയുന്നതിനെ കൊണ്ടാണ്. കാരണം മടിക്കേരിക്കാരെ പറ്റി പുറമെ നാട്ടിലിപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. കാരണം നമ്മൾ ഇതിങ്ങനെ കാണുമല്ലോ എല്ലാവരും. അവിടെ പോയാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ളൊരു ഒരു ആശ്വാസമുണ്ട്. അൽഹംദുലില്ലാ, അത് അള്ളാഹു തരുന്ന നിഅമത്താണ്. അള്ളാഹു കളയാതെ സൂക്ഷിക്കട്ടെ. കാരണം എന്താ അറിയോ? ദീനിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, പെൺകുട്ടികൾക്കൊരു പുതിയ ബിൽഡിംഗ് പണിയണം, അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട്. ഒരു സെന്റിന് 9 ലക്ഷം റുപ്യയായിട്ട് അവിടെ വില, കോഴിക്കോട് ടൗണിലാണ്. എന്തെങ്കിലും ചെയ്യണം പ്രിയപ്പെട്ടവർ. ഞാൻ പറഞ്ഞു, ഇൻഷാ അള്ളാ മുഅ്മിനീങ്ങളോട് പറയും, എന്തെങ്കിലും ഒന്ന് കാര്യമായിട്ട് ഉണ്ടാവും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കഴിവിന്റെ പരമാവധി ഒന്ന് സഹകരിക്കണം. എന്താണോ ചെയ്യാൻ പറ്റിയ അങ്ങനെ, ബാക്കി അലല്ലാഹ്, പൂർത്തിയാക്കേണ്ടവൻ അള്ളാഹുവാണ്. അള്ളാഹു നിങ്ങൾക്ക് പകരം തരട്ടെ. ഓരോ രൂപയുടെയും, ആ കുട്ടികളുടെ ഓരോ ശ്വാസത്തിന്റെയും, ഓരോ ഹർഫുകളുടെയും പ്രതിഫലം നമ്മുടെ ഖബറിലേക്കുള്ള തീരാത്ത ഒരു കച്ചവടമായിട്ട് അള്ളാഹു അത് ഖബൂൽ ചെയ്യട്ടെ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല أمرنا وأمركم بالصلاة والسلام على النبي وقال مخبرا وآمرا إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن خلفاء الراشدين وأفضل أمراء المرشدين، عن أبي بكر وعمر وعثمان وعلي رضوان الله عليهم أجمعين، وعن الصحابة والقرابة كلهم أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين، وانصر الإسلام والمسلمين، وانصر إخواننا المسلمين في غزة برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.